മുടി കൊഴിച്ചിൽ പ്രവാസികളുടെ സ്ഥിരം പ്രശ്നമാണ്. ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇവിടുത്തെ വെള്ളത്തെയും അതുപോലെ തന്നെ ചൂടിനൊക്കെയാണ് നമ്മൾ ആദ്യം കുറ്റം പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷേ ശരിക്കുള്ള റീസൺസ് അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഇതിനുള്ള കുറച്ച് പരിഹാര മാർഗ്ഗങ്ങളൊക്കെ തേടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഷജീറാണ്. അപ്പോൾ ഡോക്ടറെ, എന്താണ് ശരിക്കുള്ള റീസൺ ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രവാസികളുടെ? ചൂട് തന്നെയാണോ അതോ വെള്ളമാണോ? 100 റീസൺ ഉണ്ട്. അതിൽ ഓരോ റീസണാണ് ഇപ്പോൾ പറഞ്ഞത്. 100 റീസൺ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾ ഇവിടെ എത്തുന്ന സമയം മുതൽ അവരെ ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ആവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? വെറുതെ ഇരുത്തം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതലാണ്. അതിനനുസരിച്ച് നമ്മുടെ ബോഡി സർക്കുലേഷൻസ് എല്ലാം ലോക്കായിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത പ്രോബ്ലം ഇതുപോലെ കണ്ടിന്യൂസ് എ സിയിലായിരിക്കുന്നത്. എ സി മേക്സ് ലൈക്ക് ഡ്രൈനെസ് മാക്സിമം കൂട്ടും, എക്സ്റ്റേണൽ ഫ്ലോ കുറക്കും. അപ്പോൾ ഇതും ഒരു വലിയ റീസണായിട്ട് മാറും. ഫുഡ്, സ്ട്രെസ്സ്, ഉറക്ക്, കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു റീസൺ അല്ല. വെള്ളം അതിലുണ്ടാകുന്ന ഒരു റീസൺ. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാക്ടിക്കലി എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നാൽ ഈ മുടി കൊഴിച്ചിൽ കുറക്കാൻ പറ്റും? ഫസ്റ്റ് അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ സ്കാൽപ്പ് എന്നുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആ സ്കാൽപ്പിൽ എപ്പോഴും വേണം, നമ്മുടെ ബോഡിക്ക് വേണം. അതിനനുസരിച്ചുള്ള സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തിക്കൊണ്ടിരിക്കും. അതിന് ട്രീറ്റ്മെൻറ്റ് ഒരു 4-5 മാസം ട്രീറ്റ്മെൻറ്റ് പോയിട്ട് പറയും, സാർ ഒട്ടും റിസൾട്ട് ഇല്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കമില്ല സാർ, സ്ട്രെസ്സ് ഭയങ്കര സ്ട്രെസ്സാണ്. ഞാൻ പറഞ്ഞാൽ എന്നാൽ റിസൾട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എല്ലാ ദിവസവും മുടി കഴുകരുത് എന്നുള്ളതായിരിക്കും ആദ്യം. അതെ അതെ, നോർമൽ ഹെയർ ഫോളിൽ അത് ഫസ്റ്റ് വാഷിംഗ് പ്രോപ്പർ ആയിരിക്കണം. ആ വാഷിംഗ് പ്രോപ്പർ ആയിട്ട് ഒരു മൈൽഡ് ഷാമ്പു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ബേബി ഷാമ്പു മൈൽഡ് ഷാമ്പു ആണ്. ബേബി ഷാമ്പു pH വാല്യൂ ഇസ് വെരി ഹൈ. അത് മാക്സിമം ഡ്രൈനെസ് കൂട്ടും. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന വളരെ ഒരു ടിപ്പായിട്ടുള്ളൊരു എക്സ്പെൻസ്ലെസ് സാധനം ഞാൻ പറഞ്ഞുതരാം. കോംബ്, തല ചീക. അപ്പോൾ നാച്ചുറലായിട്ട് അവിടെ ആ സ്കിന്നിനെ അല്ലെങ്കിൽ ആ റൂട്ടിനെ, ആ ലെയറിനെ നമ്മളൊന്ന് ആക്റ്റീവാക്കി കൊണ്ടുപോവുക. ഫുഡും വെള്ളവും കാര്യങ്ങളെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് മാക്സിമം ആ ഒരു ബേസിക് ഹെയർ ഫോൾ ആണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് കൺട്രോൾ ആവാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് മലയാളികളുടെ ഒരു പൊതുശീലം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ വിട്ട് മലയാളിക്ക് ഒരു പരിപാടിയില്ല ഹെയർ കെയറിൽ. അതെ, നമ്മൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ വളരും, മുടി കൊഴിയില്ല എന്ന് പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു ശീലം ആ റുട്ടീനിൽ പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തുകൊണ്ട് ലോങ് ടൈം നടക്കരുത്. എപ്പോൾ പറഞ്ഞില്ല, ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷമല്ല ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഷാമ്പു ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഈ ഷാമ്പു വെച്ച് നല്ലപോലെ നീറ്റാക്കി വെക്കണം. കാരണം ഓയിൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് ആക്ട്, എല്ലാ ടെസ്റ്റും ഇങ്ങോട്ട് വന്ന് സ്റ്റിക്കാവുന്നൊരു സംഭവമാണ് എണ്ണ എന്നുള്ളൊരു സംഭവം. എന്ന് പറഞ്ഞാൽ കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ പേടിക്കുന്ന ആളുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. മുടി കൊഴിച്ചിൽ കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കുന്നത് നല്ലൊരു ഡോക്ടറെ കാണാനായിരിക്കും, നല്ലൊരു ക്ലിനിക്ക് അന്വേഷിക്കാനായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് ക്യൂട്ടീസ് ഇൻ്റർനാഷണലാണ്. അപ്പോൾ എന്താണ് ക്യൂട്ടീസിനെ ഡിഫറെൻ്റ് ആക്കുന്നത്? ഇന്ന് ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ളൊരു ആൻസർ? ഇല്ല, ഞാൻ എപ്പോഴും പറയും, ഇതിൽ ക്യൂട്ടീസ് എന്നുള്ളത് മാത്രമല്ല, ഒരു പേഷ്യൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഇതൊരു ഡെർമറ്റോളജി ക്ലിനിക്കാണ്. കാരണം സ്കിൻ ആൻഡ് ഹെയർ ഒരു സ്കിന്നിൻ്റെ എക്സ്റ്റൻഷനാണ് സ്കാൽപ്പ്. ഈ സ്കാൽപ്പിലൂടെയാണ് ഈ മുടി വളരുന്നത്. ആ ക്ലിനിക്കിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് പറയുന്നത് ഫസ്റ്റ് അവിടുത്തെ ഡോക്ടേഴ്സിനെ നോക്കാം. ആ ക്ലിനിക്കിൻ്റെ എക്സ്പീരിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വർഷങ്ങളായി. രണ്ടാമത്തെ ഒരുപാട് പേഷ്യൻസ് വന്ന് പ്രൊസീജിയർ ബേസി എപ്പോഴും കോസ്മെറ്റിക്കിലെല്ലാം 100% എന്ന് പറയാൻ പാടില്ല. ബട്ട് വി ആർ ട്രൈ ടു മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് വിടാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഇല്ലെങ്കിൽ പേഷ്യൻസ് അൺസാറ്റിസ്ഫൈഡ് ഫീൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ ക്യൂട്ടീസ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇൻഫെക്ഷനായി വലിയ പ്രശ്നങ്ങളായ വാർത്തകളായ സംഭവങ്ങൾ പോലും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം? അതാണ് സെലക്ഷൻ. ഇത് ഒരു രീതിയിലും ക്ലിനിക്കിനെ സെലക്ട് ചെയ്യാതെ ഒൺലി പ്രൈസ് മാത്രം നോക്കി. കാരണം ഇത് ഹെൽത്തിൽ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ പേയ്മെൻറ്റ് അഫോർഡബിൾ ആവണമെന്നില്ല. പ്രൈസ് ഒരുപാട് കുറയുന്ന സമയത്തേക്ക് അവിടെ ഒരു ക്വാളിഫൈഡ് നേഴ്സിന് വെക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അവരൊരു ബേസിക് സ്റ്റാഫിന് വെക്കുള്ളൂ. ഈ ക്വാളിഫൈഡ് നേഴ്സ് ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഇവരിൽ നിന്നാണ്. ഡോക്ടർ ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ട് കാര്യമില്ല. ഈ ഇൻറ്റേർണൽ സ്റ്റാഫ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ഇതിൻ്റെ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ അതും. മറ്റൊരു പ്രധാന പ്രശ്നം കഷണ്ടിയാണ്, മുടികൊഴിച്ചിലിൻ്റെ അടുത്ത ഘട്ടം. അപ്പോൾ കഷണ്ടിയിലേക്ക് എത്തിയാൽ അതിന് പ്രോപ്പറായിട്ട് മരുന്നില്ല, പക്ഷേ പരിഹാരങ്ങൾ ഒരുപാടുണ്ട്. എന്താണ് ബെസ്റ്റ് വേ? പറഞ്ഞ പോലെ കഷണ്ടിക്കും മരുന്നില്ല, അത് വലിയൊരു സത്യം. പക്ഷെ എന്നാൽ പോലും കഷണ്ടി ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള പ്രൊസീജിയർ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുണ്ട്. സോ അത് ഇപ്പോൾ വളരെ കോമൺ ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ ന്യൂസ് ലൈക്ക് എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. പിന്നെ അതിൽ റിസൾട്ട്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അവരെപ്പോലെ റിസൾട്ട് ഇവരെപ്പോലെ റിസൾട്ട് എന്ന് ഒരിക്കലും ഇതിൽ പറയാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ മാത്രമേ കിട്ടുള്ളൂ. നാച്ചുറൽ ട്രീറ്റ്മെൻറ്റാണ്. നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് റിസൾട്ടും നാച്ചുറലാണ്.
എല്ലാ കാര്യത്തിലും നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇതിൽ വരുന്നത്. നമുക്കിത് കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് ഒന്ന്? അപ്പോൾ പിന്നെന്താ, റിസൾട്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് 6 to 8 months ആണ്. അപ്പോൾ ഈ ഒരു 6 മാസമായിട്ട് ഇന്ന് PRPക്ക് വന്നിട്ട് നമ്മൾ ആവശ്യിക്കുന്ന ഒരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ട്. പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വിളിച്ച് നോക്കാം. ഹലോ ഷീഖ്, 6 മാസം പ്രൊസീജിയർ ഡേ കണ്ടതാണ് നമ്മൾ. അപ്പോൾ ഇന്ന് PRPക്ക് വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഞാൻ വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, ഇതായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ അറിയാൻ പറ്റാത്തോളം റിസൾട്ട് മാറ്റുണ്ടെന്ന്. ഇപ്പോൾ ജസ്റ്റ് 6 months ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തികച്ചും ഹാപ്പിയാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും വേദന ഉണ്ടാവും എന്നുള്ളത്. ചെയ്യുന്ന സമയത്തുള്ളൊരു ഫീൽ എന്തായിരുന്നു? ഇല്ല, ആദ്യം നമുക്ക് ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ നമ്മൾ നീഡിൽ കുത്തുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഈസിയാണ്. ഈ ഒരു മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാമെന്നൊക്കെ തോന്നുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ക്യൂട്ടീസിനെ ചൂസ് ചെയ്യുന്നത്? അതായത് നമുക്കിവിടെ ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ബെസ്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും നോക്കിയപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഡോക്ടറിന്റെ കയ്യിലായിരുന്നു. ഹാപ്പിയാണ്.